ലൈംഗികാതിക്രമ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. എന്നാൽ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കും. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗികാതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. പരാതിക്കാരിയുടെ മൊഴി നേരത്തെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അൽ-അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അൽ-അമീൻ, തീരദേശ പോലീസിന്റെ ആസ്ഥാനത്തുള്ള ഓഫീസിൽ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം 10-15 മുതൽ മുകേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ അവസാനിക്കാറായോ? അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനാണോ സാധ്യത? സുജിയ, നടപടിക്രമങ്ങൾ പൂർത്തിയായി, ചോദ്യം ചെയ്യൽ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. മുകേഷ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. മറ്റ് പല ഫയലുകളും ഒപ്പിടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ അടിക്കടി ആ ചോദ്യം ചെയ്യുന്ന AIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന മുറിക്കുള്ളിലേക്ക് പലപ്പോഴും കയറിപ്പോവുകയും തിരിച്ചിറങ്ങി വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചില ഫയലുകൾ കൊണ്ടുകൊടുത്ത് മുകേഷ് അത് ഒപ്പിടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത, അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, മുകേഷ് നൽകിയ മൊഴികളൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഒരു 10 മിനിറ്റ് മുൻപേ ആ ചോദ്യം ചെയ്യൽ നടക്കുന്ന മുറിക്കുള്ളിൽ നിന്ന് ഒരു സംഘം ഉദ്യോഗസ്ഥർ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. അതൊരു പക്ഷേ മുകേഷിൻ്റെ ഈ ചോദ്യം ചെയ്യലൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മുകേഷും AIG പൂങ്കുഴലിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അതിനകത്ത് തുടരുകയാണ്. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളാണ് നടക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്, മനസ്സിലാകുന്നത്. കാരണം കോടതിയുടെ മുൻകൂർ ജാമ്യം നേരത്തെ കോടതി അനുവദിച്ചതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും ആ ബോണ്ടിന്മേൽ മുകേഷിനെ പുറത്തേക്ക് ഇറങ്ങാനാകും. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുകേഷിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് പുറത്തുവിടും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. 10:15 ആരംഭിച്ച ചോദ്യം ചെയ്യലാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപേ അത് പൂർത്തിയായി എന്നുള്ളതാണ് വ്യക്തമാകുന്നതും മനസ്സിലാക്കുന്നതും. അല്പസമയത്തിനകം ഒരു പക്ഷേ മുകേഷ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ മുകേഷ് തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനമാണ്. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ വാദങ്ങൾ നേരത്തെ ഈ പരാതിക്കാരി ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചപ്പോൾ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് മുകേഷ് രംഗത്തേക്ക് വന്നിരുന്നു. ആരോപണം തെറ്റാണ് എന്നതിന് പല തെളിവുകളും തൻ്റെ പക്കലുണ്ട്. പരാതിക്കാരിയുമായി വ്യക്തിപരമായി സൗഹൃദമുണ്ടായിരുന്നു. അത് മുതലാക്കാൻ പരാതിക്കാരി പലപ്പോഴും ശ്രമിച്ചിരുന്നു. പണം ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുകേഷ് പരസ്യമായി പ്രതികരിക്കുകയും അതിന് തെളിവുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതൊക്കെ കോടതി സ്വാഭാവികമായി മുകേഷ് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി, എറണാകുളം സെഷൻസ് കോടതി, മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതും. ഏതായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ 10:15 കൂടി അഭിഭാഷകന്റെ ഒപ്പം മുകേഷ് എത്തുകയായിരുന്നു. ആ ചോദ്യം ചെയ്യൽ അത് അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിലൊരു കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ചില പേപ്പറുകളൊക്കെ മുകേഷ് ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും അത് താൻ നൽകിയ മൊഴിയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ താൻ നൽകിയ വിശദീകരണമൊക്കെ അത് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ അത് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമോ അതൊക്കെ താൻ പറഞ്ഞത് തന്നെയാണ്, അതിനപ്പുറത്തേക്ക് മാറ്റമില്ല എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള, സാധൂകരിക്കുന്നതിനുള്ള മുകേഷിൻ്റെ സാക്ഷ്യപത്രമായിരിക്കണം. അതിനോടൊപ്പം നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതും ഒപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ചോദ്യം ചെയ്യൽ, മുകേഷിൻ്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ, മുകേഷ് അവിടെ നിന്ന് ിട്ടുണ്ട് സുജയ. ഒരുപക്ഷെ ഇപ്പോൾ പുറത്തേക്ക് വരാം. നമുക്കൊരു ദൃശ്യങ്ങളിൽ വ്യക്തമല്ല, പക്ഷേ ആ മുറിക്ക് മുന്നിലുള്ള ഒരു ഗ്ലാസ് ഡോറിലൂടെ നോക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരാൾ എഴുന്നേറ്റതായി നമുക്ക് ആ ഗ്ലാസ് ഡോറിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം മുകേഷും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന് നേതൃത്വം കൊടുക്കുന്ന AIG പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമാണ് അവിടെ ഉള്ളത്. ആ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടത് മുകേഷിനെയും അതുപോലെ തന്നെ AIG പൂങ്കുഴലിയെയുമാണ്. ഇപ്പോൾ ഒരാൾ ആ കണ്ണാടി ഗ്ലാസ് ഡോറിനകത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റതായും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകും. ദൃശ്യങ്ങളിൽ വ്യക്തമാകില്ല, കാരണം ഒരു മാറ്റ് ഫിനിഷ് കോട്ടിലുള്ള ഒരു ഗ്ലാസ്സാണ്. അതുകൊണ്ട്